സെലിബ്രിറ്റി ആയതിനു ശേഷം മലപ്പുറത്തോട്ട് പോകുമ്പോൾ ആ ഒരു ഇതെങ്ങനെയാണ്? പൊതുവെ എല്ലായിടത്തും പോകുമ്പോഴും ഭയങ്കര റെസ്പോൺസും സ്നേഹവും ഒക്കെയാണ്. ഇപ്പൊ എനിക്ക് പേഴ്സണലി എൻ്റെ ഇൻബോക്സ് നോക്കിയാൽ കുറേ ബാഡ് കമന്റ് കാണാറുണ്ട്. പക്ഷെ എനിക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ ഇന്ന് വരെ എനിക്കൊരു നെഗറ്റീവ് ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര സ്നേഹമൊക്കെ ആയിട്ടാണ് വന്ന് സംസാരിക്കാറും. ഈവൻ ഫാമിലി ആയാലും ഇക്കാക്കമാര് ഇത്താത്തമാര് കുട്ടികളൊക്കെ പൊന്നുസഖി വന്നത് ഭയങ്കര ഇതാണ്. പാട്ട് കളിക്ക് പാടിത്തരുന്നത് അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. നാട്ടിലൊക്കെ പോകുമ്പോ ഒരു പുറത്തൊക്കെ പോകുമ്പോഴും നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മലപ്പുറത്ത് പോവാറുണ്ടോ? ഉണ്ട്. ഉമ്മ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഷൂട്ടുള്ള ദിവസം ചിലപ്പോൾ വീട്ടിലേക്ക് പോകും, 2 ദിവസം അവിടെ നിന്നിട്ട് തിരിച്ച് റിട്ടേൺ വീണ്ടും വരും, അങ്ങനെയൊക്കെ. പിന്നെ ആ ഭാഗത്തൊക്കെ ഷൂട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കാറ്. വീട്ടിൽ നിന്നിട്ട് പോയിട്ട് വരാറാണ് ചെയ്യാറ്. പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ഫാൻസ് ഒക്കെ സെൽഫി എടുക്കാൻ വരാറില്ലേ? അപ്പൊ അത് ബുദ്ധിമുട്ടാണോ അതോ? ഇല്ല, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. അവരെ ഇഷ്ടമല്ല. അവർക്ക് മീൻസ് ഇപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ടാണല്ലോ അവർ നമുക്ക് സെൽഫിക്ക് വേണ്ടി വരിക. അതൊക്കെ അവരൊരു ഓർമ്മക്ക് വേണ്ടി അവർ ഇതാക്കുന്നല്ലേ. അതിലൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമുള്ളൂ. കാരണം എനിക്കിപ്പോൾ ഓൾറെഡി ഇപ്പൊ ഞാനൊരു എനിക്കൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സെൽഫി നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെ പറയുന്നൊരു വീഡിയോ. അത് സത്യം പറഞ്ഞാൽ അയാൾ എന്നെ ഡ്രസ്സിൽ ഇങ്ങനെ ചവിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത് കുറേ ആൾക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജാസി ഭയങ്കര അഹങ്കാരമാണ്. അങ്ങനെ ഒരു അഹങ്കാരമില്ല. ഞാൻ സെൽഫി എടുക്കാൻ ആൾക്കാർ അവിടെ ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല ഒരു മടി. ചോദിച്ചാൽ എടുക്കാൻ സമ്മതിക്കുമോ, അത് അങ്ങോട്ട് പോകണോ വേണ്ട, ഞാൻ വിളിച്ചിട്ട് വരുത്തുവാ വന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയും നല്ല ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യാറ്. എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നാറില്ല. വീഡിയോയിൽ കണ്ടായിരുന്നു ഒരാൾ വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അങ്ങനെ ഓക്കെ ശരി പോക്കും. അത് ആള് കുറേ നേരമായിട്ട് ഞങ്ങളെ പുറകെ തന്നെയായിരുന്നു. ആള് മലയാളിയല്ല ഒന്നാമത്. അപ്പൊ ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞ ആൾക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത് എന്റെ ഡ്രസ്സിൽ ഇങ്ങനെ ചവിട്ടിയപ്പോൾ ഞാൻ ബാക്കിലേക്ക് വീഴാൻ പോയി. അപ്പോഴാണ് ആഷി പറഞ്ഞത് എന്താണ് പ്രശ്നം. അപ്പൊ അയാൾ ഫോട്ടോ, അപ്പൊ ആഷി എടുത്ത് ഫോട്ടോ എടുത്ത്, അപ്പൊ ഞാൻ ഓക്കെ ശരി ഏട്ടാ പൊക്കോളൂ എന്നിട്ട് അങ്ങനെ കാണിച്ചതാണ്. അത് പിന്നെ അങ്ങ് ഭയങ്കര ജാസി ഭയങ്കര അഹങ്കാരിയാണ്, ഇവർ സിനിമാ നടന്മാർക്ക് നടികൾക്കും ഇല്ല എത്ര വലിയ ജാട, അങ്ങനെ കൊണ്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അതിന്റെ പിന്നിലോട്ടുള്ള സംഭവം പിന്നെയാണ് അതിന്റെ ശേഷം വീഡിയോസ് ഇറങ്ങിയത്. അതിന്റെ എന്താ റിയാലിറ്റി എന്താണെന്നുള്ളത്. അപ്പൊ ചെമൽക്ക് എടുക്കാൻ പോയതല്ല, കൂടെ ആരോ എന്റെ ഫ്രണ്ടിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയത്. ദുബായിലുള്ള എന്റെ ഫ്രണ്ട്. അപ്പൊ അവനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പൊ പോയി ജസ്റ്റ് അമ്പലം കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉത്സവം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ ജസ്റ്റ് കുറച്ചു നേരം നിന്നേ ഉള്ളൂ. ശരിക്കും നിങ്ങൾ ആ വീട്ടിൽ എന്ത് മൊഞ്ചാണ് നിങ്ങൾ ബ്യൂട്ടി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണത് എങ്ങനെയാ? ബ്യൂട്ടി നോർമലി നമ്മൾ ഏജ് ആവുന്നതോറും നമ്മളെ സ്കിന്ന് നമ്മൾ നോക്കണമല്ലോ. ഞാൻ പണ്ട് മുതലേ സ്കിന്ന് നന്നായിട്ട് നോക്കുന്ന വ്യക്തിയാണ്. ഈവൻ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. ഹോം റെമഡീസും പിന്നെ ഇടയ്ക്ക് പാർലറിൽ പോയിട്ടൊരു ക്ലീനപ്പും പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, എപ്പോഴും ഫേസ് ഇങ്ങനെ അൾട്രേറ്റ് ആയി നിൽക്കുക. വേറെ കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്യുന്നത് കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ചില കോസ്റ്റ്യൂം ആഷി, ചുരിദാറൊക്കെ ആണെങ്കിൽ ആഷിനോട് ചോദിക്കും ഇതാണ് ഇതിൽ ഏതാ രണ്ടെണ്ണം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഇത് വേണോ എന്ന് വെച്ചാൽ ആഷി പറയും ഓക്കെ ദാറ്റ്സ് ഫൈൻ, അത് എടുത്തോ എന്ന് പറഞ്ഞാൽ ഓക്കെ അത് ഞാൻ എടുക്കും. അല്ലാണ്ട് കോസ്റ്റ്യൂമും എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് അങ്ങനെ ഒരുങ്ങി നിൽക്കാനൊക്കെ. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നന്നായി ഒരുങ്ങി നമ്മുടെ ഐഡന്റിറ്റി ആണല്ലോ ജാസി. കാരണം എൻ്റെ ഫ്രണ്ട്സിൽ ചോദിക്കാറുണ്ട് ജാസിയുടെ കോസ്റ്റ്യൂമും ഓർണമെന്റ്സും ഒക്കെ നല്ല രസമാണ്, മേക്കപ്പ് ഒക്കെ എങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറ്. പക്ഷെ എങ്കിൽ പോലും എനിക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളൊരു ഐഡന്റിറ്റി അവിടെ കാണണം, അല്ലെങ്കിൽ അവർ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച് നന്നായിട്ട് ഒരുങ്ങി വെൽ ഡ്രസ്സിലൊക്കെ പോകാൻ രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യം. എവിടെ പോയി നല്ല അടിപൊളിയായിട്ട് അതെ അത് നിർബന്ധമാണ്. മരിച്ച വീട്ടിൽ പോകണമെങ്കിൽ പേടിയാണ് മരിച്ച വീട്ടിൽ പോകാൻ. അറിയില്ല, എനിക്ക് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ചന്ദനത്തിരിയുടെ സ്മെല്ലൊക്കെ കേട്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടി വരും. ഞാൻ അധികം നിൽക്കാറില്ല. മരണ വീട്ടിൽ പോയാൽ വേഗം ഓടുന്നു ഞാൻ. എനിക്ക് ഭയങ്കര പേടിയാണ്. ലൈക്ക് എന്തോ എനിക്കറിയില്ല, അത് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു പേടിയാണ്. അവിടുത്തെ ആ കുതിരകത്തിൻ്റെ സ്മെല്ലും ചന്ദനത്തിരിയുടെ സ്മെല്ലൊക്കെ കേട്ടാൽ ഭയങ്കര ഉള്ളിലൊരു ഒരു വല്ലാത്തൊരു ഒരു പേടി വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോരും. അങ്ങനെ അധികം നിൽക്കാറില്ല. കല്യാണത്തിലൊക്കെ ആണെങ്കിൽ ഒക്കെ അടിച്ചു പൊളിച്ച് കുറേ നേരം നിൽക്കും.